പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് പത്രോസ്ലീഹായും ഈശോയും തമ്മിലുള്ള ഒരു പ്രധാന സംഭാഷണത്തിലൂടെയാണ്. തന്നെ ഒറ്റിക്കൊടുത്തവനെക്കുറിച്ച് പത്രോസ് ചോദിക്കുമ്പോൾ അവൻ ഇരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക എന്ന ഈശോയുടെ മറുപടി നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 21 22 വാക്യത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കോ ദൈവത്തിന് അവർക്കായിട്ടുള്ള പദ്ധതികളിലേക്കോ അനാവശ്യമായി എത്തിനോക്കാതെ, അനാവശ്യമായി ചിന്തിക്കാതെ സ്വന്തം വിളിയോട് വിശ്വസ്തത പുലർത്താനാണ് ഈശോ ഇന്ന് നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടുന്നത്. ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിയ ദൈവിക രഹസ്യങ്ങൾ ഈശോയുടെ ജീവിതത്തിലുണ്ടെന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കതീതമായ ദൈവഹിതത്തെ എളിമയോടെ സ്വീകരിക്കാനാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ, നിങ്ങളെ ശപിക്കുന്നവരെ, അവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ ആഴമായ ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ വീഴ്ചകളെയോ ഭാഗ്യത്തെയോ നോക്കി സമയം കളയാതെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദൈവം എന്താണ് നമുക്ക് നൽകിയിരിക്കുന്നത്, അതിൽ നാം ഹാപ്പിയായി, സാറ്റിസ്ഫൈഡായി കർത്താവിനെ മഹത്വപ്പെടുത്തണം. പശ്ചാത്താപത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി വിശുദ്ധിയോടെ നമുക്ക് അവിടുത്തെ എതിരേൽക്കാൻ തയ്യാറെടുക്കാം. ഈശോ നടന്ന വഴിയെ വിശ്വസ്തയോടെ നടക്കാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. അവിടുത്തെ പ്രകാശം നമ്മുടെ പാതയിൽ എപ്പോഴും തുണയായിട്ട് ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.